ഇവൻ സൊഫിൽ നിൽക്കാൻ വരുന്ന സമയത്തിൽ ഇവന്റെ പരിഗണിക്കേണ്ടത് ഇവന്റേത് പരിഗണിക്കേണ്ടത് അവന്റെ അന്യത്താണ്, അഗ്രഭാഗമാണ്, അവന്റെ ബാക്ക് സൈഡ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ബാക്ക് സൈഡ് ആണ് പരിഗണിക്കേണ്ടത്, സൊഫിൽ പരിഗണിക്കേണ്ടത്. അപ്പൊ സൊഫിൽ ബാക്ക് സൈഡ് പരിഗണിക്കുമ്പോ ഈ കസേര ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് പരിഗണിക്കലുണ്ടാവും. കാണുന്നുണ്ടോ? ഈ കസേര ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, അവന്റെ ബാക്ക് സൈഡ് ആണ് പരിഗണിക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിപ്പോ ഞാൻ എന്റെ സൊഫിലാണോ ഉള്ളത്? ഇത് സൊഫാണോ? ഇല്ലല്ലോ, സൊഫിന് പുറത്തല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ ഒരിക്കലും ഫുള്ളായിട്ട് ഇരിക്കുന്ന കസേര ഇങ്ങനെ ഇടാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കയറ്റി സൊഫിലാണ് എന്ത് ചെയ്യുന്നത്, കസേര ഇടേണ്ടത്. സൊഫിൽ കസേര ഇട്ടിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് എന്റെ ബാക്ക് സൈഡ് സൊഫിൽ എന്ത് ചെയ്യുക, കറക്റ്റ് പരിഗണിക്കുക. മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്റെ നൃത്തം നിന്നിട്ടാണ്, റുക്കൂൾ നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഇരിക്കണമെന്നില്ല. സുജൂദിലേക്ക് പോകുമ്പോ മാത്രം ഞാൻ എന്ത് ചെയ്യും? മനസ്സിലായില്ല? മനസ്സിലായോ? സുജൂദിലേക്ക് പോകുമ്പോ മാത്രം ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനത്തെ അവന്റെ കാലാണ് എന്ത് ചെയ്യുന്നത്, സൊഫിൽ പരിഗണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വിഷയം. ഇവന്റെ കാല് പരിഗണിക്കുമ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ കാല് സൊഫിൽ പരിഗണിക്കുന്നുണ്ടാവുണ്ടോ? ഇല്ല. ഇവന്റെ കാല് പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം? ഇവന്റെ കാല് സൊഫിൽ പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴാണ് ഇവന്റെ കാല് എന്ത് ചെയ്യുക, സൊഫില് പരിഗണിക്കുക. അപ്പൊ വേറെ ചോദ്യം വരും, സൊഫ് ബാക്കിലേക്ക് കസേര ബാക്കിലേക്ക് ഇറക്കിടുമ്പോ ബാക്കിലുള്ള സൊഫിന് വലിയ ബുദ്ധിമുട്ടാവില്ലേ എന്ന്. അപ്പൊ ചില ഇമാമിങ്ങൾ അതിനെ മറുപടി പറഞ്ഞു, അതിനെന്ത് ചെയ്യണം, ഒരു തൂണായിട്ട് പരിഗണിക്കപ്പെടണം എന്ന് കാണുന്നത്. അപ്പൊ അവിടെ ചെറിയ കുട്ടികളെ നിർത്തി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായി. അപ്പൊ വേറെ ചില ആളുകൾ പറഞ്ഞത് തൂണ് എന്ന് പറഞ്ഞത് കസേരയും തമ്മിൽ വ്യത്യാസമുണ്ട്. കസേര ഉറച്ച സാധനമാണ്, തൂണ് ഉറച്ച സാധനമാണ്, കസേര എടുത്തു മാറ്റാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നു അല്ലെ. തൂണ് ഉറച്ചതാണ്, കസേര നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു മാറ്റാം എന്നൊരു ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസേരയും തൂണും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മറയാക്കുന്ന സാധനം, എങ്ങനെ മറയാക്കുന്ന സാധനം അല്ലെങ്കിൽ ഇടയിൽ വരുന്ന വസ്തു അത് ഉറച്ച സാധനം ആവണം എന്നുള്ളത് കിതാബുകളിൽ എവിടെയും അങ്ങനെ ഇടയിൽ വരുന്നത് അത് ഉറച്ച സാധനം തന്നെ ആവണം എന്നുള്ളത് എവിടെയും. അപ്പൊ സൊഫുകൾക്കിടയിൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ചിലപ്പോൾ കാണും, കാലോണ്ട് വയ്യാത്ത ആളുകളെ കാണും അല്ലെ. കാലോണ്ട് വയ്യാത്ത ആളുകളെ കാണുമ്പോൾ ചിലപ്പോ അവർക്ക് കഴിയണ പോലെ തന്നെ നിസ്കരിക്കുള്ളൂ. ചിലപ്പോ കാല് ചിലപ്പോ നീട്ടി വെച്ചു വരും. 2-3 ആൾക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പ് തന്നെ എന്ത് ചെയ്യും, പോയിപ്പോ ഈ സാധനം എടുത്ത് വേറെ എവിടേക്ക് വെക്കാൻ പറ്റുന്ന സാധനമല്ലേ ഇത്. മനുഷ്യനെന്ന് പറഞ്ഞത് വേറെ സ്ഥലത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നതാണല്ലോ. പക്ഷെ ഇസ്ലാം അവിടെ പരിഗണിക്കുന്നുണ്ട്. ഓന് കഴിയണത് പോലെ നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം, അവൻ കഴിയണ പോലെ നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ കഴിയണ പോലെ അവൻ നിൽക്കണം എന്ന് ഇസ്ലാം പറയുന്നു. അതുപോലെ തന്നെയാണ് ഈ തൂണ് എന്ന് പറഞ്ഞത് ഉറച്ചതാണ്, കസേര എന്ന് പറഞ്ഞാൽ ഉറച്ചതല്ല, എടുത്ത് മാറ്റാൻ പറ്റുന്നതാണെന്നുള്ളൊരു പരിഗണന. അങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഇതോടെ വെക്കരുത്, ഇങ്ങോട്ട് കയറ്റിയിടണം എന്ന് പറയാനുള്ള കാരണം. അതിന് അവരുടെ തെളിവ് ഉണ്ടാവും, ഇല്ലാതെന്തായാലും പറയില്ല. അപ്പൊ അതെന്താണെന്ന് പോകാനും. പക്ഷെ നമ്മളെ ഇമാമിങ്ങളും നമ്മുടെ സുന്നത്തിയമാത്തിന്റെ ആലിമീങ്ങളും പറയുന്ന മസ്തല അതിങ്ങനെയാണ്. നമ്മളെ കഥമാണ് ചെയ്യേണ്ടത്, കാലാണ്. ഫുള്ളായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവന്റെ ബാക്ക് സൈഡ് പരിഗണിക്കണം. പകുതി നിൽക്കുകയും പകുതി ഇരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവന്റെ കഥമാണ്, കാലുകളാണ് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് എന്ന് കാണാം. ഇതിന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു, ഇതിന്റെ ബാക്കി വിഷയം